കാലത്ത് തന്നെ ഒരു നല്ല കടുപ്പത്തിൽ സ്ട്രോങ്ങിലൊരു ചായ അല്ലേ? അതെ, ഏതൊരു വ്യക്തിയുടെയും മനസ്സ് നിറഞ്ഞിട്ടുള്ളൊരു ആഗ്രഹമാണ് ചായ എന്ന് പറയുന്നത്. അപ്പോൾ കാലത്ത് തന്നെ നല്ലൊരു ചായ കിട്ടിയ അന്നത്തെ ദിവസം അടിപൊളി ഡബിൾ ഉഷാറാവുമെന്നാണ് നമ്മുടെ കാർന്നോന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചായ ഉണ്ടാക്കാം. എനിക്കൊന്നും വയ്യ അച്ഛാ, വേണമെങ്കിൽ അങ്ങോട്ട് വെച്ച് കുടിക്ക്. അപ്പൊ ഗൈസ് ഇപ്പൊ എല്ലാം നിങ്ങൾ കേട്ടല്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ചായ ഉണ്ടാക്കണ്ട. വളരെ സിമ്പിൾ. ചായ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ എന്നാലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചായ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അതാണ് ഞാൻ ഇന്ന് പറയാൻ പോണേട്ടാ. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂട്ടാ. പിന്നെ ചിക്കനൊക്കെ കിച്ചണൊക്കെ ആകെ ലയണൽ മെസ്സിയായിട്ടാണ് കിടക്കണത്. അപ്പൊ നമ്മൾ വേറെ പ്രത്യേകിച്ച് വീടുന്നില്ല. നമ്മുടെ സ്റ്റൗവും പിന്നെ അതെ ചായ ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ സെറ്റായിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അധികം സാധനങ്ങളൊന്നും വേണ്ട, വഴി കണ്ടോളെ റെഡി കമോൺ. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ചായക്ക് വേണ്ട സാധനങ്ങൾ. ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, ഒരു 4 ഏലക്കായ, ഒരു ഇച്ചിരി ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇലയൊന്നും വേണ്ടട്ടാ. നമ്മൾ ചിക്കനല്ല വയ്ക്കണേ, ചായയാണ് വയ്ക്കണേ. പിന്നെ അത് ആവശ്യത്തിന് ചായപ്പൊടി. അതിനൊക്കെ മുന്നായിട്ട് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലിട്ട് തിളപ്പിക്കുന്നുണ്ടാ. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ആദ്യം കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ചായപ്പൊടി ഉണ്ടല്ല, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇടുക. ഞാൻ ഒരു 1.25 ചെറിയ സ്പൂണാണ് കേട്ടോ. നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ടോളെ. അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ചതച്ച ഇഞ്ചി ഉണ്ടല്ലോ, അതും ഇടുക. അതിട്ടിട്ടുണ്ട്. പിന്നെ അത് ഈ 4 ഏലക്കായ ഉണ്ട്. ഏലക്കായൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോളൂ കേട്ടോ. നമുക്ക് ചെയ്യേണ്ട മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വെട്ടി തിളച്ചിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ഒരു കളർ വരാണ്ട് ചോക്ലേറ്റ് പോലെയാവും. അങ്ങനെ ആക്കിയിട്ട് വേണം നിങ്ങൾ ചായ ഉണ്ടാക്കണമെങ്കിൽ. കണ്ടില്ലേ? ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് റെഡിയാക്കാം. ഇത് കണ്ടില്ലേ? പുക അടിക്കണല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് തിളച്ചു വരും കേട്ടോ. ഈ തിളക്കണതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തേയിലൊക്കെ ഉണ്ടല്ലോ, തേയില, ചായപ്പൊടി, ചായല എന്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടോ. പക്ഷെ ഞാൻ ചായപ്പൊടി എന്ന് പറയുള്ളൂ. പിന്നെ പല സ്ഥലത്തും പല പേരാണ് ഈ സാധനത്തിന്. അപ്പോൾ അതൊക്കെ നന്നായി തിളച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ആ ക്യാഷ് അങ്ങോട്ട് ഇറങ്ങാണ്ട് കണ്ടില്ലേ, കളർ കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് ആക്കിയെടുക്കുക. അപ്പോൾ ഇഞ്ചി പിന്നെ അതേപോലെ തന്നെ ആ ഏലക്കായ, അതിൻ്റെ ഒക്കെ ഫ്ലേവർ സാധനത്തിൽ അടിപൊളിയായിട്ട് പിടിക്കിട്ടാ. നിങ്ങൾ സാധനം എങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുടിച്ച് നോക്കി വെക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീയൊന്ന് സിമ്മിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലധികം വെള്ളം ചേർക്കണില്ല കേട്ടോ. ഇതേ ഒറ്റ ഗ്ലാസ് പാലാണ് ഇതായാലും ഞാൻ എനിക്ക് ഒഴിക്കാൻ പോണ്. ഒഴിക്കണേൻ്റെ ഇതിൽ ഇച്ചിരി താഴ്ത്തും പോയി. എന്തായാലും വേണ്ടില്ല. ഇനി ഇതൊന്ന് തിളച്ച് സെറ്റ് ആവട്ടെ കേട്ടാ. പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. തീ നോക്കിയാൽ ഇത് മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ള. വല്ലാണ്ട് ഇതാക്കണ്ട. പാലിൻ്റെ സ്വഭാവം അറിയില്ല. ഇവിടെ നോക്കിന്നില്ല, ഒരു സെക്കൻഡ് അങ്ങോട്ട് തിരിഞ്ഞാൽ അപ്പോഴാണ് തിളച്ചാൽ പോവും. അപ്പം അത് കാരണം കൊണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവിടെ തന്നെ നിന്നോളെ. പിന്നെ ഒരു കയ്യിലെടുത്തിട്ട് വേണമെങ്കിൽ ഇളക്കി കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ കയ്യിലൊന്നും എടുക്കില്ല, നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഇളക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. ഗടികളെ. അപ്പം ഏകദേശം പാല് ചൂടായി വരുമ്പോണ്ടല്ലോ, നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങൾ ഇട്ടോട്ടാ. മധുരം കൂടുതലാ കുറവാ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോളൂ. അത് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ചിലവർക്ക് മധുരം ഇല്ലാണ്ട് കുടിക്കാനാണ് ഇഷ്ടം, ചിലർക്ക് മധുരം ഭയങ്കര കൂടുതൽ വേണം. പക്ഷേ എനിക്കൊരു മീഡിയം മധുരം മതി. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് കുറവാണ്, ചെറിയ സ്കൂപ്പാണല്ലോ, നിങ്ങൾ കണ്ടില്ലേ? പിന്നെ ഈ കിച്ചണിൻ്റെ അതൊന്നും നോക്കിയിട്ട് നിങ്ങൾ പറയിടാണ്ട. ഇത് അടുക്കള കാണൽ ചടങ്ങല്ല, നമ്മൾ ചായയാണ് ഉണ്ടാക്കണം. അപ്പോൾ ചായയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. കണ്ടേ? അപ്പോൾ ഏകദേശം അങ്ങനെ തിളച്ച് വരട്ടെ. അപ്പോൾ അതെ നമ്മുടെ ചായ റെഡി ആയിട്ട് കണ്ടില്ലേ? ഞാൻ വീണ്ടും തിളപ്പിച്ചു, വീണ്ടും ഇതാക്കി. അങ്ങനെ കുറച്ച് നേരം അവനിട്ട് കളിപ്പിട്ടെ. നമ്മളെ കുറെ കളിപ്പിച്ചല്ലേ. പിന്നെ ഈ സാധനം നാട്ടിയെടുത്ത് കഴിഞ്ഞാൽ പരിപാടി ഉഷാറായി. ഇപ്പം മോർണിംഗ് ടീക്ക് അടിപൊളി സാധനമാണ് കേട്ടാ. ഇഞ്ചി ഏലക്കായ കിട്ടുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ സാധനം ഒന്ന് സെറ്റ് ആക്കലട്ടാ ഗൈസ്. അപ്പം ഞാൻ എന്താ ചായ ഉണ്ടാക്കിയത് കണ്ടില്ലേ? സൂപ്പർ ചായയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചെറിയ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അടിപൊളി ചായ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടാ. അപ്പം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത്ര നല്ല ചായ ഉണ്ടാക്കണം. അടിപൊളി. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അപ്പം അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പം അതുവരെയും ഗുഡ് ബൈ.